आप बताइए। आप 349 पढ़ा जी क्या है 349? जी 3 shall not read any book, newspaper or letter except in connection with the business of the house. The business of the house, very clearly, Tejasvi Surya very clearly given an allegation against the Congress party. Honorable LOP is trying to reply that allegation, telling that you are not nationalist, Indian nationalist, Indian National Congress. Manya The one Jagji. it is, as per 349, he has a Manya right, Jagji. sir. Your ruling is not on the... माननीय अध्यक्ष जी, जो सम्मानीय सदस्य ने कहा वो सत्य नहीं है। तेजस्वी सूर्या ने कांग्रेस के शासन के समय के 4 से 14 के राष्ट्रपति अभिभाषणों का जिक्र किया और उसमें कहा कि इसमें कहीं पर भी इस प्रकार के शब्द मिले नहीं हैं। वो इसको डिस्प्यूट कर सकते हैं राष्ट्रपति अभिभाषणों का रेफरेंस देकर कि भाई 5 के अभिभाषण में है। अरे सुनो ना, अभी आगे सुनो, मुझे सुनो। और 349 को एक कोट कर रहे हैं कि अगर बिजनेस के रेफरेंस में मैगजीन है, आज के बिजनेस का रेफरेंस है राष्ट्रपति का अभिभाषण, महामहिम द्रौपदी मुर्मू का अभिभाषण। वो अभिभाषण के मुद्दे पर कोई आर्टिकल है जिसको वो कोट करना चाहते हैं, वो भी 359 के साथ में पढ़कर कर सकते हैं। एलिगेशन लगाने से पहले यहाँ पर उनको चेतावनी देनी पड़ती है माननीय अध्यक्ष, 24 घंटा पहले। Only speaking about the motion of... नो, आप कोई एडवोकेट थोड़ी एलओपी बोलेंगे इस बात पे। आप एलओपी के एडवोकेट थोड़ी है। नो एलओपी एडवोकेट, यहाँ एडवोकेट खड़े नहीं करते। माननीय प्रतिपक्ष के नेता, This article is very connected. देखिए माननीय प्रतिपक्ष के नेता, मैंने आसन से व्यवस्था दे दी है। 1 मिनट बैठिए ना आप, 1 मिनट बैठिए ना आप, प्लीज बैठिए ना आप प्लीज बैठिए। मैंने आपको इजाजत नहीं दी है। माननीय सदस्यगण, मैं आप सबसे अपेक्षा करूंगा कि हम सब सदन की गरिमा को बना रखें, मर्यादा को बना के रखें। और मैंने पहले भी कहा है कि नियम, प्रक्रिया, परंपराएं, नो रूल्स सब सदन के लिए रूल होते हैं। सदन सबके लिए रूल होते हैं और मैंने इस पर व्यवस्था दे चुका हूं। मेरी अपेक्षा है कि माननीय प्रतिपक्ष ലോക്സഭയിൽ തർക്കം മുറുകുകയാണ്. ഗുരുതരമായ ആരോപണമാണ് മുന്നിലേക്ക് വെക്കുന്നത് പ്രതിപക്ഷം. രാഹുൽ ഗാന്ധി സംസാരിക്കുന്നുണ്ടായിരുന്നു. മുൻ സൈനിക മേധാവിയായ എം നരവനെയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട് അതിൽ മുന്നിലേക്ക് വെക്കുന്ന ആരോപണം അത് ഇന്ത്യ ചൈന ഡീൽ എന്നുള്ളതാണ്. പി ബസന്ത് വിവരങ്ങളുമായി ചേർന്നുണ്ട്. ബസന്ത്, ഈ നരവനെയുടെ പുസ്തകം അത് പുറത്തു വന്നിട്ടില്ല. കാരവാനിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ലേഖനം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പല കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട്. അത് സർക്കാരിനെതിരെയാണ്. പലപ്പോഴും ഈ കയ്യേറ്റമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഫോൺ വിളിച്ചിട്ടൊന്നും പ്രതികരിച്ചിട്ടേയില്ല. പ്രതിരോധ മന്ത്രിക്കെതിരെയും പ്രധാനമന്ത്രിക്കെതിരെ ഉൾപ്പെടെ ആ പുസ്തകത്തിൽ പരാമർശമുണ്ട്. അത് മുൻ സൈനിക മേധാവിയാണ് എഴുതിയിരിക്കുന്നത്. അത് ഗുരുതരമായ കാര്യമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി മുന്നിലേക്ക് വെക്കുന്നത്. എതിർത്ത് സംസാരിക്കുന്നുണ്ട് ഭരണപക്ഷം. എന്താണിപ്പോൾ നടക്കുന്നത്? കഴിഞ്ഞ ദിവസം കാരവാനിൽ പുറത്തുവിട്ട ഒരു ആത്മകുറിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ വിഷയമുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ലഡാക്ക് സംഘർഷവുമായി ബന്ധപ്പെട്ട സമയത്ത് കൈലാസ് പർവ്വത നിരകൾ ഇന്ത്യൻ കരസേന ഒരു രാത്രി കൊണ്ട് പൂർണ്ണമായും കൈയടക്കിയിരുന്നു. ഏറ്റവും തന്ത്രപ്രധാനമായ ഈ കൈലാസ് മലനിരകളിലേക്ക് ഇന്ത്യൻ സേന കൈയടക്കിയതറിഞ്ഞ് ചൈനീസ് പട്ടാളം അങ്ങോട്ട് ആ സ്ഥലത്തേക്ക് തിരിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച വിവരം അർദ്ധരാത്രിയാണ് തനിക്ക് ഫോണിൽ കൂടി ലഭിക്കുന്നതെന്ന് നരവനെ പറയുന്നു. നരവനെ അപ്പോൾ തന്നെ ലഡാക്കിലെ ലഫ്റ്റനന്റ് കമാൻഡർ ജനറലാണ് വിളിച്ചു പറയുന്നത്. നരവനെ അപ്പോൾ തന്നെ പ്രതിരോധ മന്ത്രാലയത്തിൽ ബന്ധപ്പെടുന്നു. ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാവരെയും ബന്ധപ്പെടുന്നു. ചൈനീസ് പട്ടാളം അപ്പോഴും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏകദേശം 1 കിലോമീറ്റർ അകലെ മാത്രം, അതായത് കൈലാസ് പർവ്വത നിരകളിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം അപ്പുറത്ത് നിൽക്കുമ്പോഴും ഞാൻ ബന്ധപ്പെട്ടപ്പോൾ തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ നിർദ്ദേശവും നൽകാൻ
പ്രതിരോധ മന്ത്രിയോ പ്രതിരോധ മന്ത്രാലയത്തിലുള്ളവരോ പ്രധാനമന്ത്രിയുടെ ഓഫീസിലുള്ളവരോ ഒന്നും തയ്യാറായില്ല എന്നാണ് ഈ കുറിപ്പിൽ അല്ലെങ്കിൽ ഈ ഇതുവരെ പ്രസിദ്ധീകരിക്കാത്ത ഈ കുറിപ്പിൽ പറയുന്നത്. നരവനെയുടെ ഈ ബുക്ക് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതായത് പ്രസിദ്ധീകരിക്കാൻ സർക്കാർ അനുമതി നൽകിയില്ല എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത്. ഇതിന്റെ പ്രസിദ്ധീകരണ തീയതികളൊക്കെ തന്നെ നേരത്തെ തീരുമാനിച്ചതാണ്. പക്ഷേ അതിന് തൊട്ടു മുമ്പ് അവ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം വന്നു. ഇത് വലിയ തോതിൽ അന്ന് ആരോപണങ്ങൾക്ക് വിധേയമായതാണ്. ഇപ്പോഴാണ് കാരവാനിൽ ഇതിന്റെ ചില കുറിപ്പുകൾ, ചില ഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ചത്. അതിൽ ഏറ്റവും നിർണായകമായത് ഈ കൈലാസ് പർവ്വത നിരകളുമായി ബന്ധപ്പെട്ട ആ ഒരു ഭാഗമാണ്. ഏറ്റവും തന്ത്രപ്രധാനമായ മൗണ്ട് കൈലാസിലെ അല്ലെങ്കിൽ കൈലാസ് പർവ്വത നിരകളിലെ ആ കൈലാസ് റേഞ്ച് എന്ന് പറയുന്ന ആ മേഖല പിടിച്ചെടുക്കാൻ ഇന്ത്യൻ സേനയിൽ കഴിഞ്ഞിരുന്നു. ഒരു രാത്രി കൊണ്ടാണ് ആ നീക്കം ഇന്ത്യ വിജയിച്ചെടുത്തത്. പക്ഷേ അതിൽ നിന്നും വീണ്ടും ഇറങ്ങാനായിട്ടുള്ള നിർദ്ദേശമാണ് പിന്നീട് ലഭിച്ചത് എന്നാണ് അന്ന് വന്ന വാർത്തകൾ. അതായത് ഇന്ത്യ പിടിച്ചടക്കിയ കൈലാസ് റേഞ്ചിൽ നിന്നും ഇന്ത്യൻ സേനയോട് മാറിപ്പോകാൻ അന്ന് നിർദ്ദേശം നൽകിയിരുന്നു. അത് എന്തിന് എന്നുള്ള ഒരു വലിയ ചർച്ച അന്ന് തന്നെ ഉയർന്നതാണ്. അതിന്റെ ദുരൂഹതയിലേക്കാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ കടന്നു പോകുന്നത്. എന്തുകൊണ്ട് അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം അത് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ചൈനീസ് സേനയെ നേരിടാനുള്ള നിർദ്ദേശം നൽകിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം. അത് സർക്കാർ പറയുന്നത് പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ ഒരു കാര്യം അത് ഓതന്റിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ശരിവെക്കാൻ എങ്ങനെയാണ് പ്രതിപക്ഷത്തിന് കഴിയുക എന്നുള്ളതാണ്. സ്പീക്കറും ചട്ടങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതിനെ എതിർക്കുന്നു. കാരണം 349 ചട്ടപ്രകാരം സഭയുമായി ബന്ധമില്ലാത്ത വിഷയമെന്നാണ് സ്പീക്കർ പറയുന്നത്. പക്ഷേ കെ.സി. വേണുഗോപാൽ പറയുന്നത് രാജ്യസുരക്ഷയുമായി ബാധിക്കുന്ന, ഇന്ത്യയുമായി ബന്ധപ്പെട്ട സഭയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണിത് എന്നാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ പറയുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും സംസാരിക്കുക. ഓക്കെ, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ വലിയ തർക്കമാണ്, ഗുരുതരമായ ആരോപണമാണ് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. അത് മുൻ സൈനിക മേധാവിയുടെ പുസ്തകം, അത് പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിച്ച പലതും അത് കാരവാനിൽ വന്ന ലേഖനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അവർ തയ്യാറാക്കിയിരിക്കുന്നത് ഈ പുസ്തകത്തിന്റെ പല ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അതിനെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ലോക്സഭയിൽ സംസാരിച്ചത്. അതിലാണ് വലിയ തർക്കമുണ്ടായത്. പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.